friends, എല്ലാവർക്കും ടെക് ഫോർ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. GoPro 10 Black ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് GoPro 10 Blackന്റെ അടിപൊളി ഫീച്ചേഴ്സുകളാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. GoPro 10 Blackനെ പവർ ചെയ്യുന്നത് ഗോപ്രോയുടെ GP2 പ്രോസസ്സറാണ്. GoPro 10 Blackൽ നമുക്ക് മാക്സിമം 5.3Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ്സിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. 4Kയിൽ 120 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. GoPro 10ൽ കൊടുത്തിട്ടുള്ളത് HyperSmooth 4.0 ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. HyperSmooth ഓൺ ആക്കിയിട്ടുള്ള വീഡിയോയും ഓഫ് ചെയ്തിട്ടുള്ള വീഡിയോയും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഫറൻസ് കണ്ട് മനസ്സിലാക്കാം. 23 ഗ്ലോറിയസ് മെഗാ പിക്സൽസോട് കൂടിയാണ് GoPro 10 Black വരുന്നത്. ഈ ആക്ഷൻ ക്യാമറ 33 ഫീറ്റ് വാട്ടർ പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടർ വാട്ടർ വീഡിയോസ് ഒക്കെ നല്ല രീതിക്ക് എടുക്കാൻ പറ്റും. ഈ GoPro 10 Black വരുന്നത് 2 പാക്സ് ആയിട്ടാണ്. ആദ്യത്തെ പാക്കിൽ GoPro 10 Black മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഏകദേശം 30,000 രൂപയാണ് വരുന്നത്. ഇനി GoPro 10 Black പ്ലസ് അഡീഷണൽ ആക്സസറീസും കൂടിയുള്ള ഒരു ബണ്ടിൽ വരുന്നുണ്ട്. അതിന് ഏകദേശം 33,000 രൂപയാണ് വരുന്നത്. എക്സ്ട്രാ ആക്സസറി ബണ്ടിൽ വരുന്നത് മാഗ്നറ്റിക് ഫ്യൂവൽ ക്ലിപ്പ്, പിന്നെ സ്പെയർ ബാറ്ററി, ഷോർട്ടി ട്രൈപോഡ്, 32GB SD കാർഡ്, പിന്നെ ക്യാമറ കേസ്. ഇത്തരം സാധനങ്ങളാണ് ആക്സസറി ബണ്ടിൽ വരുന്നത്. ഈ ഡിവൈസിൽ വരുന്ന ബാറ്ററി 1720 mAhന്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഈ ബാറ്ററി തന്നെയാണ് GoPro Hero Action Black 9ലും കൊടുത്തിട്ടുള്ളത്. GoPro പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫീച്ചറാണ് ഷെഡ്യൂൾ ക്യാപ്ചർ. ഷെഡ്യൂൾ ക്യാപ്ചർ എന്താണെന്ന് അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഷെഡ്യൂൾ ക്യാപ്ചർ എന്ന ഫീച്ചർ ഓൺ ആക്കിയിട്ട് അതിൽ കൃത്യം ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൃത്യം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ടൈം ആവുമ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കായി ഓണായി വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു സൺറൈസ് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ തലേ ദിവസം ഈ ക്യാമറ ശരിക്കും നമുക്ക് വേണ്ട സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ടൈമിൽ ക്യാമറ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ട വീഡിയോസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം, വീഡിയോ കിട്ടുകയും ചെയ്യും. ഈ GoProയിലൂടെ നമുക്ക് 3 രീതിയിൽ ഫയൽ ട്രാൻസ്ഫറിങ് ചെയ്യാൻ പറ്റും. ഒന്ന് ക്ലൗഡ് ട്രാൻസ്ഫറിങ്, ഒന്ന് GoProയിലെ ക്വിക്ക് ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ക്വിക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ ഫോണിലേക്ക് കയറ്റണം. പിന്നെ ഉള്ളത് USB കേബിൾ വഴി നമ്മുടെ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ കണക്ട് ചെയ്ത് അതിൽ നിന്ന് ഫയൽ ട്രാൻസ്ഫറിങ് ചെയ്യാൻ പറ്റും. ഇത്രയും രീതിയിൽ നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ GoPro 10 Blackലൂടെ പറ്റും. ലൈവ് ബെസ്റ്റ് മോഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു അപ്ഗ്രേഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് 1.5 സെക്കൻഡ്സിൽ 45 ബെസ്റ്റ് ഷോട്ട്സ് എടുക്കാൻ പറ്റും. ഇതിൽ ഡ്യൂറേഷൻ ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട വീഡിയോ ലെങ്ത് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ലെങ്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുന്നതാണ്. ഈ GoPro 10 Black ഉപയോഗിച്ച് നമുക്ക് 1080pയിൽ HyperSmooth 4.0ൽ ലൈവ് സ്ട്രീമുകൾ ചെയ്യാൻ പറ്റും. ഈ GoPro 10 Blackലേക്ക് നമുക്ക് അഡീഷണൽ മോഡുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. GoPro ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആകെ 4 മോഡുകളാണ്. ഫസ്റ്റ് വൺ മാക്സ് ലെൻസ് മോഡാണ്. ഈ മാക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അൺബ്രേക്കബിൾ സ്റ്റെബിലൈസേഷൻ ആണ് കിട്ടുന്നത്. പിന്നെ നല്ലൊരു വൈഡ് ആംഗിൾ വ്യൂവും നമുക്ക് കിട്ടും. സെക്കൻഡ് വൺ മീഡിയ മോഡ്. മീഡിയ മോഡിൽ ഒരു അഡീഷണൽ മൈക്കും കൂടിയും വരുന്നുണ്ട്. പിന്നെ HDMI പോർട്ട്, അങ്ങനത്തെ കുറെ പോർട്ടുകളും കൂടിയും വരുന്നുണ്ട്. തേർഡ് വൺ ഡിസ്പ്ലേ മോഡാണ്. ഡിസ്പ്ലേ മോഡിൽ നമുക്ക് എക്സ്ട്രാ ലാർജ് ഫ്ലിപ്പ് അപ്പ് സ്ക്രീൻ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടാം ഫ്രെയിമിങ്ങിനും പിന്നെ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം കണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. GoPro 10 Blackന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട്. കുറച്ചും കൂടിയും വലുതായിട്ട് കാണണമെങ്കിൽ
ഈ മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർത്ത് ആൻഡ് ഫൈനൽ മോഡാണ് ലൈറ്റ് മോഡ്. ലൈറ്റ് മോഡിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അണ്ടർ വാട്ടർ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഈ ലൈറ്റ് കൊണ്ടുപോയി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ലൈറ്റിനൊരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം വാട്ടർ പ്രൂഫാണ്. ഈ ഡിവൈസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന മെയിൻ ഡിസ്പ്ലേ ഒരു സ്നാപ്പി റെസ്പോൺസീവ് ടച്ച് സ്ക്രീനാണ്. GoPro 10 ബ്ലാക്കിൻ്റെ ഫ്രണ്ട് ഒന്ന് നോക്കാം. ഇവിടെയാണ് 23.6 മെഗാ പിക്സൽ സെൻസർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രിവ്യൂ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ പ്രിവ്യൂ ഡിസ്പ്ലേ കൊണ്ടുള്ള ഉപകാരം, നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ട് നിങ്ങൾക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ഡിസ്പ്ലേ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ ഇവിടെയാണ് മൈക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇൻഡിക്കേഷൻ LED കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ക്യാമറ ഓൺ ആണോ ഓഫ് ആണോ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇവിടെയാണ് മോഡ് ചേഞ്ചിങ് ബട്ടണും ഡ്രെയിൻ മൈക്രോഫോണും നൽകിയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിൻ ഡിസ്പ്ലേയും ഇൻഡിക്കേഷൻ LEDയുമാണ്. ഈ സൈഡിൽ ഇവിടെയായിട്ടൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് തുറന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ബാറ്ററിയും SD കാർഡും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു USB Type-C പോർട്ടും നൽകിയിട്ടുണ്ട്. അത് ഈ ഫയൽ ട്രാൻസ്ഫറിങ്ങിനും പിന്നെ ഈ GoPro കേബിൾ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാനുമാണ്. ഫ്ലോട്ടിംഗ് ഫിംഗേഴ്സും സ്പീക്കറും ഇവിടെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് ഫിംഗറിൻ്റെ അടിയിലായിട്ടാണ് സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ മറ്റൊരു ഫീച്ചറാണ് ഹിൻഡ് സൈഡ് കൊണ്ടുള്ള ഉപയോഗം. അതായത് ഇപ്പോൾ നമുക്കൊരു കേക്ക് കട്ടിങ് വീഡിയോ എടുത്തു. അപ്പോൾ ആ കേക്ക് കട്ടിങ് വീഡിയോരെ ആ കേക്ക് കട്ട് ചെയ്യുന്ന ആ മൊമെൻറ്റ് നമുക്ക് കിട്ടിയില്ല. പകരം ഈ ഹിൻഡ് സൈഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തതെങ്കിൽ ഈ നമ്മൾ ഷട്ടർ ബട്ടൺ ഞെക്കണേക്കാൾ മുമ്പ് ഉള്ള 30 സെക്കൻഡ് ഫ്രെയിംസ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം കിച്ചു.